ഒരു കാര്യം ഞാൻ പറയാം. പീറ്ററുമായുള്ള ബന്ധം ഗിരി അറിയരുതെന്ന് അർച്ചനയ്ക്ക് അമ്മ മുന്നറിയിപ്പ് കൊടുക്കുന്നു. പീറ്ററിന്റെ കയ്യിൽ പൂത്ത പണമുണ്ട്. അമ്മയുടെ ആവശ്യം പറയാനല്ലേ, ഞാൻ വിളിച്ചോളാം. അസുഖ വിവരം അറിയിച്ച് രാമനെ വിളിച്ചപ്പോൾ ഫോൺ എടുത്തത് മീരയാണ്. ശരി മീര, ശ്രീയേട്ടനോടൊന്ന് വിവരം പറഞ്ഞേക്കൂ. അതുകൊണ്ട് നീ ഈ വിവരം അമ്മയുടെ അസുഖ വിവരം രാമനോട് പറയാതിരിക്കുന്നത് ബുദ്ധിയല്ലെന്ന് അമ്മ മീരയെ ഓർമ്മിപ്പിച്ചു. എന്നാൽ എനിക്ക് അങ്ങോട്ട് മനസ്സ് വരുന്നില്ല അമ്മേ. രാമനെ മറന്നു മറ്റൊരു വിവാഹം കഴിക്കണമെന്ന് അവന്റെ അമ്മ ഉപദേശിച്ചു. സ്നേഹിച്ച ആളെ മറന്നിട്ട് മറ്റൊരാളും കൂടി ജീവിതത്തിലേക്ക് വരണ്ട. തുടർന്ന് കാണുക. ഇപ്പൊ തന്നെ 70 ഭാരമുണ്ട്. അതിന്റെ കൂടി നീ സ്നേഹിച്ച ആളെ മറന്നിട്ട് മറ്റൊരാളും കൂടി ജീവിതത്തിലേക്ക് വരണ്ട. പാവം കുട്ടി, അവളുടെ ശാപം പിടിച്ചു വാങ്ങാതിരുന്ന രാമന് കൊള്ളാം. ഇനി അമ്മയുടെ അസുഖം രാമനെ വിളിച്ചാരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവോ? ഏയ്, എന്താ റാം? ഏയ് ഒന്നുമില്ല. പിന്നെന്താ മുഖം വല്ലാതിരിക്കുന്നെ? എനിക്കും വിഷമങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് മനസ്സിലേക്ക് ഓടിയെത്തും. വീട്ടിൽ നിന്ന് വിളിയെന്തേലും വന്നിരുന്നോ? ഏയ് ഇല്ല, അതിനവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ലല്ലോ. റാം, പുറത്തേക്ക് വരുന്നോ? നമുക്കൊന്ന് ചുറ്റിയിട്ട് വരാം. അതിനുള്ളൊരു മൂഡില്ല എനിക്ക്. ഓ, എന്റെ സ്ഥാനത്ത് ഇപ്പൊ സീതയാണ് ഇങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ റാമിന്റെ പ്രതികരണം ഇതായിരിക്കും. എങ്കിൽ രാത്രി എന്നോ പകലെന്നോ ഇല്ലാതെ ഈ ഹൈറേഞ്ച് മുഴുവൻ ഞങ്ങൾ ചുറ്റിയടിച്ചേനെ. എന്താ എന്റെ മറുപടി കേട്ടപ്പോ തൃപ്തിയായോ? ഇഷ്ടപ്പെട്ട ആണും പെണ്ണും തമ്മിൽ എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാം, എത്ര ദൂരം വേണമെങ്കിലും യാത്ര ചെയ്യാം, ഒരു മുഷിച്ചിലും തോന്നില്ല. ഓ, അപ്പോ എനിക്കിപ്പോ ഉള്ള യാത്ര ബോറിംഗ് ആല്ലേ? ഏയ് അങ്ങനെ അല്ലടി, നീ വന്ന ശേഷമല്ലേ ഞാൻ മൊത്തത്തിലൊന്ന് മാറിയത്. എന്തായാലും ഒരിക്കൽ കൂടി ഒന്ന് നാട്ടിലേക്ക് പോകണം. അന്ന് നാട്ടിൽ പോയിട്ട് സീതയെ കാണാത്ത എന്റെ പരിഭവം ഉണ്ടെന്ന് തോന്നുന്നു. അതൊന്ന് മാറ്റണം, അല്ലെങ്കിൽ അയാൾ ഫോൺ എടുക്കാതിരിക്കില്ല. സീത ഇന്ന് വിളിച്ചിരുന്നോ? ഇല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും വിളിച്ചപ്പോ എടുത്തില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. നമസ്കാരം. അമ്മ ആശുപത്രിയിലാ, അറിഞ്ഞായിരുന്നോ? ആ, ഇടയ്ക്ക് സീതേച്ചി വിളിച്ച് പറഞ്ഞിരുന്നു. ആ, എന്നിട്ട് അങ്ങോട്ടൊന്നും കേറിയില്ലയോ? പോയ ചെലവാണല്ലോ, അതുകൊണ്ട് അമ്മ അവിടെ കിടന്ന് നരയിക്കോ ചാകുവോ ചെയ്തോട്ടെ അല്ലേ? ഈ കണക്കിന് സീത ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നടാ? ആരും ആരെയും കണ്ടിട്ടൊന്നും അല്ല അവിടെ ജീവിക്കുന്നത്. ഒരാളില്ലെങ്കിൽ അപ്പോഴത്തെ സാഹചര്യം വേണമെങ്കിൽ പൊരുത്തപ്പെടാൻ ശ്രമിക്കും. എനിക്കറിയാം, നീ അറിഞ്ഞാലും പോവുകയല്ലായിരുന്നു. വെറും പാവാടാ നിന്റെ അമ്മ. സീതയെ പോലെ തന്നെ സാധുവാ. ഏതു നേരം നിനക്കൊക്കെ വേണ്ടി പ്രാർത്ഥനയും വഴിപാടും ഒക്കെ ആയിട്ട് നടക്കുന്നവളാ. അതിന്റെ ഒക്കെ മെച്ചം ഉണ്ടാവുമ്പോ തിരിച്ചൊരിത്തിരി സ്നേഹമെങ്കിലും അവക്ക് കൊടുത്തുകൂടേടാ. അമ്മയോട് സ്നേഹമില്ലാത്ത മകനൊന്നും അല്ല ഞാൻ. അത്യാവശ്യം ആയുർവേദ കടയിൽ നിന്ന് ഒരിത്തിരി കഷായം പോലും നീ വാങ്ങിച്ചോണ്ട് വരത്തില്ല. കുറെ ദിവസമായിട്ട് വയ്യാന്ന് പറയുന്നുണ്ട്. എന്നാ അമ്മേ, ഒന്ന് ആശുപത്രി വരെ പോവാം. ആ ഒരു വാക്ക് എന്റെ മോന്റെ വായി ഞാൻ കേട്ടിട്ടില്ല.
വെറുതെ ഭംഗി വാക്കൊന്നും പറയാൻ എനിക്കറിയില്ല. ഓ, ഇനി അമ്മയെ കാണാൻ ആശുപത്രിയിലോട്ടെങ്ങാനും പോകുവോ? അത് പിന്നെ പോകാതിരിക്കോ? എന്റെ കെട്ടിയോളൊരുത്തിയുണ്ട്. ഒരുങ്ങിച്ചമഞ്ഞിരുന്നാലും അമ്മയ്ക്ക് പോയെന്ന് കൂട്ടിയിരിക്കത്തില്ല. എന്നാ അവള് പോയിരുന്ന സീതയ്ക്ക് ജോലിക്ക് പോവാം. അതുകൊണ്ട് തന്നെ പോകത്തുമില്ല. ഞാൻ സംസാരിക്കാം. അയ്യോ, ബുദ്ധിമുട്ടാവില്ലേ? സംസാരിക്കല്ലേ. നീ സംസാരിച്ചാ അവളങ്ങ് കേക്കും. ഞാൻ സംസാരിക്കും. അതെ, ഇവിടെ ഇങ്ങനെ പുറത്ത് ചുറ്റാനൊന്നും പറ്റത്തില്ല. ഗിരിയേട്ടൻ വന്നിട്ടുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. ആ അർച്ചനെ, നിന്റെ ഫോൺ ഇപ്പൊ എപ്പോഴും എൻഗേജഡ് ആണല്ലോ. അത് ഇന്ദ്രേട്ടൻ വിളിക്കുന്നതാ. ആ, ഇന്ദ്രേട്ടൻ തന്നെ ആവണം. പിന്നെ എന്നെ ആര് വിളിക്കാനാ? ഒരുമാതിരി രണ്ടും കേട്ട സംസാരിക്കല്ലേ. നീ ഇവിടെ മൊബൈലിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കാതെ ഒന്ന് പോകാത്തതെന്താ? അമ്മയെ കാണാൻ. ഓ, അവിടെ സീത തമ്പുരാട്ടി ഉണ്ടല്ലോ. പിന്നെ ആര് വേണം? ഗിരിയേട്ടൻ പോയായിരുന്നോ? ഇല്ല. എന്നാ പോവണ്ട. പോയാ സീതേച്ചി ഇങ്ങോട്ട് എഴുന്നള്ളൂ. പിന്നെ മരുന്ന് കിരുന്നെന്നൊക്കെ പറഞ്ഞ് പൈസ പോകുന്ന അറിയില്ല. എന്നാലും പോകാതിരിക്കുന്നത് ശരിയല്ല. അസുഖം കൂടുതലാണെങ്കിൽ പോണം. ഇത് കൂടുതലൊന്നും ഇല്ലെന്നേ. 2 ദിവസം കിടന്നാ തീരാവുന്ന പ്രശ്നമുള്ളൂ. എടി, എങ്കിലും അവരെന്റെ അമ്മയല്ലേ? എന്നാ പിന്നെ ചെല്ല്. കാശ് ഒരുപാട് ചെലവാക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണല്ലോ. പോയി ചെലവാക്ക്. പോയില്ലെങ്കിൽ അതിന്റെ പേരിൽ അച്ഛൻ ഇനി കുത്താൻ തുടങ്ങും. അത് കേട്ട് കേട്ട് ചെവി തഴമ്പിച്ചല്ലോ. പിന്നെ ഇനി എന്താ ഒരു പുതുമ? അർച്ചനെ, നമ്മൾ ഇങ്ങനെ അടിയന്തര ഘട്ടങ്ങളിൽ മാറി നിൽക്കുന്നത് ശരിയല്ല. അവസാനം നമ്മുടെ കാര്യം വരുമ്പോ ആരും കൂടെ ഉണ്ടാവില്ല. അതിനൊക്കെ ഓർമ്മ വേണം. അയ്യോ, പോണ്ടെന്ന് ആരും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ പോകുന്നത് പോവാതിരിക്കുന്നതിനേക്കാളും നാണക്കേടാ. എന്നുവെച്ചാ അവിടെ ചെന്ന് കാശ് ചെലവാക്കാതിരിക്കുമ്പോ ഈ പറയുന്ന അച്ഛൻ തന്നെ ഇതിന്റെ ഇരട്ടി കുത്തും. ഇനിയിപ്പൊ നിങ്ങൾ അവിടെ ചെന്നു കഴിഞ്ഞാ രോഗം പെട്ടെന്ന് മാറത്തൊന്നുമില്ല. എന്റെ അഭിപ്രായത്തിൽ അത് കൂടെ ഉള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ച് ഇവിടെ എങ്ങാനും ഇരിക്കും. ഹോസ്പിറ്റലിൽ പോണം പോലും. എന്തു പറ്റി മോളെ? അമ്മൂസിനെ കാണാൻ പോണോ? അമ്മൂസിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. 2 ദിവസം കടന്നു കഴിയുമ്പോ എല്ലാം അങ്ങ് ശരിയാവും. എന്നാലും എനിക്ക് പോണം. അമ്മൂസിന്റെ അരികെ പോയിരിക്കണം. അവിടെ രാമനങ്കളുടെ അമ്മയും ഉണ്ടല്ലോ. മോക്ക് നിർബന്ധാണെ പോവാം. പിന്നെ അവിടെ സൗകര്യങ്ങളൊക്കെ കുറവാ. അതൊന്നും കുഴപ്പമില്ല. ഞാൻ അമ്മൂസിന്റെ അടുത്ത് ഒരു ദിവസമെങ്കിലും ഇരുന്നോട്ടെ പൂസേ. എന്നാ പിന്നെ പോവാം നമുക്ക്. സീതമ്മ അവിടെ ഉണ്ട്. ഇവിടെ ഇരുന്നപ്പോ ശ്വാസം മുട്ടുന്നു. അതുകൊണ്ടാ പോവാന്ന് പറഞ്ഞ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, രാമനങ്കളുടെ അമ്മയുടെ അടുത്ത് സീതമ്മയുടെ സങ്കടം മാറ്റി കൊടുക്കുമെന്ന് ചോദിക്കണം. മോള് പറഞ്ഞാലും ഇനി അതൊന്നും നടക്കും തോന്നണില്ല മോളെ. മനസ്സ് മാറ്റേണ്ടത് മോളുടെ രാമനങ്കളാ. അവൻ അതിനൊട്ട് കഴിയത്തുമില്ല. അതാ വിഷമം. രാമനങ്കള് വരുവോ അപ്പുസേ? അത് ഞാനിവിടെ ഇരുന്നിട്ട് എങ്ങനെ പറയാനാ മോളെ? സീതമ്മയോട് സ്നേഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരും. അങ്ങനെ വരുമെങ്കിൽ സീതമ്മയെ രാമനങ്കള് കാണുമായിരുന്നു. കണ്ടാലും അവൻ മോന്തിരിച്ചു പോകത്തേ ഉള്ളൂ മോളെ. മിണ്ടുവൊന്നും അറിയത്തില്ല. എന്തായാലും മോള് പോയി ഒരുങ്ങി വാ. നിന്റെ മുഖം കാണുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മോളെ. നീ ഇങ്ങനെ ഇരുന്നാൽ ഡോക്ടർമാരെ എത്ര ചികിത്സിച്ചാലും എന്റെ രോഗം ഭേദമാവത്തില്ല. എനിക്കൊരു കുഴപ്പമില്ലമ്മേ. ഇന്നത്തെ കാലത്ത് എല്ലാ ദാമ്പത്യവും നന്നായിട്ടല്ലമ്മേ പോകുന്നത്. കുട്ടികൾക്ക് വേണ്ടി ഒരു ജീവിതം. പലരും അങ്ങനെയാ ജീവിക്കുന്നത്. അപ്പൊ പിന്നെ എനിക്ക് എന്റെ ചാരുമോളും ഒത്തങ്ങ് പോയാ പോരെ.
അവസാനം മോൾ ആശ്വാസം കണ്ടെത്തുന്നത് ചാരുമോളിലാണല്ലോ. സീതമ്മേ, അമ്മ പറഞ്ഞത് ശരിയാ, പറഞ്ഞു തീർന്നില്ല, അപ്പോഴേക്കും മോളിങ്ങെത്തി. എന്റെ ആശ്വാസം ഈ മോള് തന്നെയാ. ഒരേ ബഹളായിരുന്നു മുത്തശ്ശിയെ കാണണമെന്നും പറഞ്ഞ്. അമ്മൂസിനിപ്പോ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല മോളെ. അമ്മൂസിന്റെ സങ്കടം ഇപ്പോ നിന്റെ സീതമ്മയെ കുറിച്ച് ഓർത്തിട്ടാ. രാമനങ്കിള് വന്നോ ആ മുത്തശ്ശിയെ കാണാൻ? രാമൻ വീടും നാടും സ്വന്തം അമ്മയെ പോലും മറന്നവട്ട. അതുകൊണ്ടിനി വന്നില്ലെങ്കിലും അത്ഭുതപ്പെടാനൊന്നുമില്ല. രാമനങ്കിള് വരും. നമ്മൾ അങ്കിളിനെ കാണും സീതമ്മേ. എനിക്ക് കാണണമെന്നില്ല മോളെ. അത് വെറുതെ. എനിക്കറിയാം സീതമ്മയ്ക്ക് രാമനങ്കിളിനെ കാണാൻ കൊതിയാണെന്ന്. അത് പിന്നെ കൊതിയില്ലാണ്ട് വരുവോ? അമ്മയുടെ രോഗവിവരം പറയാൻ വിളിച്ചപ്പോഴും എടുത്തത് ആ പെൺകുട്ടിയാ, ആ മീര എന്ന് പറയുന്ന കുട്ടി. വിവരം അറിഞ്ഞിട്ടും ശ്രീയേട്ടൻ വിളിച്ചിട്ടില്ല. സ്വന്തം അമ്മയാ, എന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തെറ്റല്ലേ? ഇനി സീതമ്മ വിളിച്ചത് അവര് അങ്കിളിനോട് പറഞ്ഞില്ലെങ്കിലോ? ഞാൻ വിളിച്ചത് ശ്രീയേട്ടന്റെ മൊബൈലിലാ. എന്റെ കോളാന്ന് കണ്ടിട്ട് തന്നെയാ ശ്രീയേട്ടൻ എടുക്കാതെ അവൾക്ക് കൈമാറിയത്. അങ്ങനെയുള്ള ആള് സംഭവം അറിയാതിരിക്കില്ല, അതുറപ്പ്. മനുഷ്യന് മാറാം. എത്ര മാറിയാലും എത്ര മറന്നാലും സ്വന്തം അമ്മമാരെ മറക്കാൻ പാടുണ്ടോ? മോളെ, രാമനങ്കിളെ വിളിച്ചോ മുത്തശ്ശി? ഇല്ല മോളെ. അപ്പൊ അങ്കിള് വരത്തില്ലയോ? അതൊന്നും മുത്തശ്ശിക്ക് അറിയത്തില്ല. വരുന്നെങ്കിൽ വരട്ടെ, അല്ലാതെ എന്തു പറയാനാ. അമ്മയ്ക്ക് അസുഖം വന്നു എന്നറിയുമ്പോ ശ്രീയേട്ടന്റെ സ്വഭാവം വെച്ച് പാഞ്ഞെത്തേണ്ടതാ. അതൊക്കെ ആ പഴയ രാമന്റെ രീതികളാ മോളെ. അവൻ ഒരുപാട് മാറി. അവൻ നിന്നെ മറക്കുമെന്ന് ആരെങ്കിലും കരുതിയതാണോ? നിനക്ക് വേണ്ടി എന്നോട് പോലും വഴക്കുണ്ടാക്കിയിട്ടാ അവൻ ഈ നാട് വിട്ടു പോയത്. എന്നിട്ട് നിന്നെ മറന്നില്ലേ? എനിക്കറിയാം. ഇപ്പോഴവൻ വരാത്തത് എന്നോടുള്ള വിരോധം കൊണ്ടല്ല മോളെ. ഇവിടെ വന്നാ നിന്നെ കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. എനിക്കും അത് തോന്നി. സാരമില്ലമ്മേ, പരസ്പരം കാണാത്തതാ ഇനി നല്ലത്. അമ്മയെ കാണാൻ വരുന്നതിന് ഞാനാണ് തടസ്സമെങ്കിൽ ഞാൻ മാറി നിന്നോളാം എങ്ങോട്ടെങ്കിലും. മോടമ്മ ഈ ആശുപത്രി കിടക്കല്ലേ, പിന്നെ എന്തിനു മാറി നിൽക്കണം? മാറി നിൽക്കുന്നില്ല, മറഞ്ഞു നിൽക്കാം ഞാൻ, ശ്രീയേട്ടന്റെ കണ്ണിൽ പെടാതിരിക്കാൻ. അല്ലാതിപ്പോ എന്നെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റും? മോളിവിടെ നിൽക്കട്ടെ, ഞാൻ പോയി ഡോക്ടറെ ഇന്ന് കണ്ടിട്ട് വരാം. ചാരുമോളെ, മോളിങ്ങ വാ. മുത്തശ്ശി, അമ്മമാര് പ്രസവിക്കുമ്പോ ഒരുപാട് കുഞ്ഞുങ്ങൾ മരിക്കാറുണ്ടല്ലോ. അതുപോലെ ഞാനും അങ്ങ് മരിച്ചാ മതിയായിരുന്നു അല്ലേ? അയ്യോ, എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ ജനിച്ചതുകൊണ്ടല്ലേ സീതമ്മയ്ക്ക് രാമനങ്കിളിനെ കിട്ടാതെ പോയത്? അങ്ങനൊന്നും പറയരുത് മോളെ. അതിനേക്കാൾ മഹാപാപം ചെയ്തത് ഈ മുത്തശ്ശിയ. അന്ന് മോളുടെ പേര് പറഞ്ഞ മുത്തശ്ശി എല്ലാരോടും വഴക്കിട്ടത്. ആ സമയത്ത് മോളെ രണ്ടു കൈയും നീട്ടി മുത്തശ്ശി സ്വീകരിച്ചിരുന്നെങ്കിൽ രാമനങ്ങളും മോളുടെ സീതമ്മയും ഒക്കെ
ഈ മുത്തശ്ശിയുടെ ചുറ്റും ഉണ്ടായേന്. പറഞ്ഞിട്ട് കാര്യമില്ല. വേണ്ട സമയത്ത് വേണ്ട ബുദ്ധി തോന്നില്ല. ആ കുമാരേട്ടാ, ശ്രീയേട്ടൻ വിളിക്കാൻ പറ്റോ? ഏഹ്പട്ടെ, ആ പെണ്ണിനോട് പറ്റിച്ചേർന്ന് നടക്കുന്ന ആള് വിളിക്കാനോ? സീതയ്ക്ക് വിഷമമുണ്ടെന്നറിയാം. ഇതിൽ വിഷമിച്ചിട്ട് എന്താ കാര്യം? സ്വന്തം അമ്മയ്ക്ക് അസുഖമെന്ന് അറിഞ്ഞിട്ട് ഒന്ന് വരാനോ ഒന്ന് വിളിക്കാനോ പോലും കൂട്ടാകാത്ത ആളെ കുറിച്ച് നല്ലത് പറയാൻ നാവ് പൊന്തുന്നില്ല. ശ്രീയേട്ടനോട് മീര എന്തായാലും ഈ വിവരം പറയാതിരിക്കില്ല. സത്യം പറയാലോ, രാമേട്ടൻ്റെ അമ്മയ്ക്ക് അസുഖം വന്നപ്പോഴും ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കിടത്തിയപ്പോഴും ഞാൻ കരുതിയത് അത് നിങ്ങൾ തമ്മിൽ കാണാനുള്ളൊരു നിമിത്താവുമെന്ന. അതിനുവേണ്ടി ദൈവം ഓരോരോ സാഹചര്യങ്ങൾ ഒരുക്കുന്നതാണ്. എന്നാൽ അത് വെറും പാഴ്ക്കിനാവായിപ്പോയി. കുമാരേട്ടന് ശ്രീയേട്ടനെ ഒന്ന് വിളിച്ചുകൂടായിരുന്നു? ഞാൻ വിളിക്കത്തൊന്നുമില്ല സീത. അന്യ പെണ്ണിനോടൊപ്പം രാമേട്ടൻ ഈ നാട്ടിൽ കാലുകുത്തിയപ്പോ അന്ന് വിളി നിർത്തിയതാ. ഇനി അത്തരം ബന്ധങ്ങളൊന്നുമില്ല. കണ്ടാൻ മിണ്ടാൻ പോലും ഞാൻ കൂട്ടാക്കില്ല. അത്രയ്ക്ക് വെറുത്തുപോയി സീത. എന്റെ ഉള്ളിലും ദേഷ്യമുണ്ട്. എന്നാലും ആ പഴയ ശ്രീയേട്ടനെ എനിക്ക് വെറുക്കാൻ പറ്റുന്നില്ല. അതാണ് സീതയ്ക്ക് പറ്റിയ തെറ്റ്. സ്വന്തം ജീവിതം ഒരാൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചു. അയാളോ കണ്ട ഭാവം പോലും നടിക്കുന്നില്ല. എന്നെ വേറൊരു കല്യാണമൊക്കെ കഴിച്ച് കുടുംബവും കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കേണ്ടതായിരുന്നു. അങ്ങനെ തോന്നാതിരുന്നതാ സീതയ്ക്ക് പറ്റിയ മണ്ടത്തരം. അമ്മേ, രാവിലെ ഉച്ചയ്ക്കും രാത്രിയും കഴിക്കേണ്ട മരുന്നുകളാ. സമയത്ത് ഓർത്തെടുത്ത് കഴിക്കണം. എനിക്ക് പറഞ്ഞു തന്നാ മതി, ഞാനെല്ലാം സമയത്തെടുത്ത് കൊടുത്തോളാം. അതിന് മോൾക്ക് മരുന്ന് കണ്ടാലല്ലേ എടുത്തു കൊടുക്കാൻ പറ്റുള്ളൂ. കാണാതെയും കൊടുക്കാം, തൊട്ടു നോക്കിയും മണത്ത് നോക്കിയും കൊടുക്കാം. ആഹാ, അത് പുതിയ അറിവാണല്ലോ. ഇതെനിക്ക് ആദ്യത്തെ അറിവൊന്നുമല്ല. കാഴ്ചയില്ലാത്ത ഞങ്ങൾക്ക് ദൈവം അങ്ങനെ ചില സിദ്ധികളെ തന്നിട്ടുണ്ട്. ആദ്യം സിസ്റ്റർ അതൊക്കെ ഒന്ന് എടുത്തതാ. രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും കൊടുക്കേണ്ട മരുന്നുകൾ ഏതൊക്കെയാന്ന്. ഇതാണ് രാവിലത്തേത്. ഇത് ഉച്ചക്കലത്തേത്. ദാ ഇത് രാത്രിത്തേത്. ഇനി ഇത് നേഴ്സമ്മ ഒന്ന് പിടിച്ചേ, എന്നിട്ട് ഒരെണ്ണം എന്റെ കയ്യത്താ. ഇത് ഉച്ചക്കത്തെ അല്ലേ? ആഹാ, അത്ഭുതമായിരിക്കുന്നല്ലോ. ഇനി സിസ്റ്ററിന് തെറ്റിയാലും എനിക്ക് തെറ്റത്തില്ല. അത് നേരെ. ചിലർക്ക് ദൈവം ചില കുറവുകൾ വരുത്തും. പക്ഷേ അതിനു പകരം മറ്റു ചില സിദ്ധികൾ കൊടുക്കും. എന്നാ പിന്നെ മോള് തന്നെ മുത്തശ്ശിയുടെ അരികെ നിന്നോളൂ. മുത്തശ്ശിക്കൊരു കൂട്ടാവുമല്ലോ. ദാ മോളെ, പോട്ടെ. ഞാൻ എന്റെ മോളെ ഒരുപാട് തള്ളി പറഞ്ഞിട്ടുണ്ട്. ഒടുവിൽ നീ തന്നെ എനിക്ക് സഹായമായിട്ട് വന്നല്ലോ. നിന്റെ മുന്നിൽ ഞാൻ ഒരുപാട് താഴ്ന്നു പോയതുപോലെ നിന്നെ വേദനിപ്പിച്ചതിനും തള്ളിപ്പറഞ്ഞതിനും ദൈവം എനിക്ക് തന്ന ശിക്ഷ. സന്തോഷത്തോടെ ഞാനിത് അനുഭവിച്ചുള്ള.
നീ കാണിച്ചത് വലിയ അബദ്ധമായി പോയി മോളെ. അതിലുപരി അതിബുദ്ധിയായി പോയി. രാമന്റെ സ്വന്തം അമ്മയാ. അവര് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ പാഞ്ഞെത്തേണ്ടതാ രാമൻ. അറിഞ്ഞിട്ടും അങ്ങനെ ചെന്നില്ലെന്നായിരിക്കും അമ്മയുടെയും ബന്ധുക്കളുടെ ഒക്കെ വിചാരം. അങ്ങനെ വരുമ്പോ അവര് രാമനെ വിളിച്ച് പഴി പറയാതിരിക്കില്ല. എന്നാൽ ഇവിടെ രാമൻ നിരപരാധിയാ. നീയാ പ്രതി. എനിക്കെന്തോ റാം അങ്ങോട്ട് പോകുന്നത് ചിന്തിക്കാനേ വയ്യ. എന്നുവെച്ച് രാമൻ ഈ സംഭവം അറിയത്തില്ലെന്നാണോ നിന്റെ വിചാരം? എനിക്കും ആ ടെൻഷനുണ്ട് മമ്മി. പിന്നെന്തോ അറിഞ്ഞ വിവരം റാമിനോട് പറയാൻ തോന്നുന്നില്ല. ഒന്നുറപ്പാ, റാം അവിടെ എത്തിയ സീതയുമായിട്ട് കാണും. അങ്ങനെ കണ്ടു കഴിഞ്ഞ പിന്നെ ഞാനും റാമും തമ്മിൽ ശത്രുക്കളാ. ഇപ്പൊ ഈ വിവരം പറയാത്തത് മാത്രമല്ല, മമ്മിക്കറിയാലോ ഞാൻ വില്ലേജ് ഓഫീസിൽ പോയി സീതയെ കണ്ട കാര്യം. അതൊക്കെ റാം അറിഞ്ഞ അവിടെ തീരും നല്ലൊരു ബന്ധം. ഒന്നും മറച്ചു പിടിച്ചോണ്ട് അധിക നാള് നിനക്കിങ്ങനെ മുന്നോട്ടു പോകാൻ പറ്റില്ല മോളെ. രാമന് ഈ നാടിനേക്കാൾ ഇഷ്ടം സ്വന്തം നാട് തന്നെയാ. അവൻ ചിലപ്പോ അമ്മയ്ക്ക് സുഖമില്ലെന്നൊക്കെ അറിയുമ്പോ ആ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ പ്രശ്നമാണ്. എല്ലാം ഓർക്കുമ്പോ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന മമ്മി. ഇത്രയും നാളും വിവാഹം വേണ്ടെന്ന് പറഞ്ഞു നടന്നു. അവസാനം ഒരാളെ കണ്ടെത്തിയപ്പോഴോ അയാള് അന്യ പെണ്ണിന് അവകാശപ്പെട്ട സ്വത്തും. ഓരോരോ തലവിധി, അല്ലാതെ എന്ത് പറയാനാ. ഹലോ, എന്താടി? കാരണം ഒന്നും ചോദിക്കരുത്. നാളെ അതിരാവിലെ റാം ഒന്ന് റെഡിയാവണം. നമുക്ക് റാമിന്റെ നാട്ടിൽ വരെ പോകാനുണ്ട്. എന്താ പ്രത്യേകിച്ച്? അതൊക്കെ ഞാൻ നാളെ പറയാം. ഇപ്പോ ഞാൻ പറഞ്ഞ പോലെ റാം ചെയ്യ. രാവിലെ റെഡിയാവ്. നീ എന്നെ സസ്പെൻസിലാക്കാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാര്യം പറയടി. ആവേശം കാട്ടാതെ നാളെ രാവിലെ തന്നെ പറയാം. ഇപ്പൊ കുത്തി കുത്തി ഓരോന്ന് ചോദിക്കണ്ട. രാവിലെ പറയാല്ല. ഗുഡ് നൈറ്റ്. നമ്മളീ കാണിക്കുന്ന വാശിയും വൈരാഗ്യവും ഒക്കെ അവസാനം നമുക്ക് തന്നെ വിനയായി വരും മോളെ. അതിന് നമ്മുടെയൊക്കെ ജീവിതം തന്നെ ഉദാഹരണമാണല്ലോ. അന്ന് ചാരുമോളെ ഏറ്റെടുക്കാൻ ചെറിയൊരു മനസ്സ് കാണിച്ചിരുന്നെങ്കിൽ ഇന്നിപ്പോ എല്ലാവരും അരികിലുണ്ടായേനെ. എല്ലാവരുടെ മുഖത്തും ചിരിയും സന്തോഷവും ഒക്കെ കണ്ടേനെ. അന്ന് മോളെ വീട്ടിൽ നിർത്തിയിട്ട് ശ്രീയേട്ടനൊപ്പം പോവാൻ അമ്മയും അച്ഛനും ഒക്കെ താണുകയെന്ന് പറഞ്ഞതാ. കല്യാണം കഴിഞ്ഞ് കുറച്ചുനാൾ കഴിയുമ്പോൾ അമ്മയുടെ മനസ്സ് മാറി ചാരുമോളെ ഏറ്റെടുക്കാൻ തയ്യാറാവൂന്നൊക്കെ എല്ലാവരും ഉപദേശിച്ചതാ. ഞാനത് കേട്ടില്ല. അബദ്ധങ്ങളാ സംഭവിച്ചത് മുഴുവൻ. അതുകൊണ്ട് ഇപ്പോഴെന്താ, ഞാൻ ആശുപത്രിയിലാണെന്ന് അറിഞ്ഞിട്ട് പോലും അവനൊന്നും വന്നില്ലല്ലോ. അമ്മ വിഷമിക്കണ്ട, ശ്രീയേട്ടൻ വരും, അതുറപ്പാ. മീരയാ? ഹലോ മീര.